പുനലൂരാണ് മുക്കടവ് ആളുകയറാമല. ഒരു അജ്ഞാത മൃതദേഹത്തോടെ അത് ഖ്യാതി നേടിയിരിക്കുകയാണ്. വനാതിർത്തിയിലുള്ള ഒരു റബ്ബർ എസ്റ്റേറ്റില് അതിന്റെ ഏറ്റവും ടോപ്പിലാണ് ഏകദേശം 900 അടി ഉയരെ ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിൽ ആണ് മൃതദേഹമുള്ളത്. ഒരാഴ്ചയോളം പഴക്കമുണ്ട് ഡെഡ് ബോഡിക്ക്. ആദ്യം അതൊരു സ്ത്രീ ആകാം എന്നായിരുന്നു നിഗമനം. ശരീരത്തിൽ ആസിഡ് കൊണ്ടോ പെട്രോൾ ഒഴിച്ച് കത്തിച്ച നിലയിലോ ആയിരുന്നു ഡെഡ് ബോഡി. കൈയും കാലും ശരീരവും ചങ്ങലയാൽ ബന്ധിച്ച് അത് റബ്ബറിൽ ചുറ്റി ലോക്ക് ചെയ്തിരിക്കുകയാണ്. മുക്കടവ് മല കഠിനവും ദുരൂഹവുമാണ്. വന്യമായ ഒരു ടെറൈനാണത്. എസ്റ്റേറ്റിൽ ടാപ്പിംഗ് നിർത്തിയിട്ട് കാലം കുറയായി. ഉടമസ്ഥൻ കോട്ടയംകാരനോ മറ്റോ ആണ്. ഡൽഹിയിലോ വിദേശത്തോ ആണ് അദ്ദേഹവും കുടുംബവും ഒക്കെ. അവിടെ കൂടി ചിലർ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മലയിൽ കാറ്റത്ത് റബ്ബർ ഒടിഞ്ഞു വീണാൽ അത് പെറുക്കുവാനായി നാട്ടുകാരും മറ്റുമൊക്കെ അവിടേക്ക് വരാറുണ്ട്. അതും വളരെ അപൂർവമായിട്ട്. ആരെങ്കിലും ഇത്തവണ ആ തോട്ടത്തിലേക്ക് അങ്ങനെ പോയിരുന്നെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് ഇതിനു മുമ്പേ ആ ഡെഡ് ബോഡി കണ്ടേനെ. 4 വഴികളാണ് ഇതിന്റെ ഏറ്റവും മേലെ എത്താനുള്ളത്. അതും ശരിക്കും ഈ നാടും ഈ എസ്റ്റേറ്റും അറിയുന്നവർക്ക് മാത്രം വന്നെത്താൻ കഴിയുന്ന രീതി. നടന്നു തന്നെയാണ് പോകേണ്ടത്. മുകളിലേക്കുള്ള വഴി കുറച്ച് കഠിനമാണ്. പാറയും കാട്ടുവള്ളികളും മുള്ളും ഒക്കെ ഉണ്ട്. ഇപ്പോ മുളക് പറിക്കാനായി പോയ ഒരാളാണത്രേ ഈ ഡെഡ് ബോഡി കാണുന്നത്. അയാൾ ഓടി താഴെ വന്ന് ആൾക്കാരെയും പോലീസിനെയും ഒക്കെ കൂട്ടി. ഡോഗ് സ്ക്വാഡും മെറ്റൽ ഡിറ്റക്ടറും ഫോറൻസിക് പരിശോധനകളും ഒക്കെ നടത്തി. ഇൻക്വസ്റ്റിൽ ബോഡിക്ക് ഒരാഴ്ചത്തെ പഴക്കം നിർണയിച്ചു. ചങ്ങല സാധാരണ റൗട്ട് വീലർ ടൈപ്പ് ഹെവി നായകൾക്ക് ഉപയോഗിക്കുന്നത് പോലും അല്ല. പിന്നെയോ 5 മീറ്ററോളം നീളം വരുന്നതും ആനയുടെ ഒക്കെ ദേഹത്തിട്ട് കണ്ടിട്ടുള്ളതുമായ ഒരു തരം ചങ്ങലയാണത്. മൃതദേഹം മണ്ണിലേക്ക് ലയിപ്പിക്കുന്ന കൃമികീടങ്ങൾ അവിടെ സജീവമായിരുന്നു. വല്ലാത്ത ദുർഗന്ധമാണെങ്ങും. വൻ ജനക്കൂട്ടമുണ്ട്. പോലീസിനെ സഹായിക്കുന്ന ഒരാളിന്റെ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 30 വർഷത്തിലെ ഡെഡ് ബോഡി റിക്കവറിംഗ് ലൈഫിൽ ഏറ്റവും ക്രൂരവും ദാരുണവുമായ ഒരു ക്രൈമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ശരീരത്തിൽ നിന്ന് ചങ്ങല ഊരിയെടുക്കുമ്പോൾ അഴുകിയ ശരീരം അടർന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡെഡ് ബോഡി ഒരു പുരുഷന്റേതാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ഒരാളാണ്. ഇനി ഒത്തുകൂടിയവർ, പോലീസുകാർ, വാർത്താ ചാനലുകൾ, രാഷ്ട്രീയക്കാർ, അവരുടെയൊക്കെ നിഗമനങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ ഉണ്ട്. ചിലർ പറയുന്നു വനാതിർത്തിയിലുള്ള പ്രദേശമാണ്, അതുകൊണ്ടാണ് ആ ചങ്ങല കൊണ്ട് ഡെഡ് ബോഡി ബന്ധിച്ചിരിക്കുന്നത്. വന്യമൃഗങ്ങൾ അത് വലിച്ച് താഴേക്ക് കൊണ്ടുവന്നാൽ നാട്ടുകാർ അതറിയും. അത് ഒഴിവാക്കാനാണെന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം. അത് കാല് കടിച്ചുകൊണ്ട് താഴോട്ടിട്ടാലും തല മാത്രം കൊണ്ടുവന്നിട്ടാലും അറിയുമല്ലോ. അപ്പോൾ അതല്ല. ഇനി ആരെങ്കിലും സ്വയം ചെയ്തതാണോ ജീവിതം മടുത്തിട്ട്? പക്ഷെ വാരിയലിന് താഴെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തിയ ആഴത്തിലുള്ള ഒരു മുറിവ് ഈ ഡെഡ് ബോഡിക്കുണ്ട്. അപ്പോൾ ആത്മഹത്യയുമല്ല. ഇത്രയും വലിയ ചങ്ങലയും വലിയ ഒരു കാനും ബാഗും ഒക്കെ ഡെഡ് ബോഡിയുടെ അടുത്തുണ്ട്. ഇതെല്ലാം കൂടി ചുമന്ന് ഈ മലയുടെ മേലെ എത്തിക്കാൻ മിനിമം 5-ൽ കൂടുതൽ ആൾക്കാർ വേണ്ടേ? അപ്പോൾ കൊന്നുകൊണ്ടുവന്ന് ഇവിടെ ഇട്ടതാവില്ല. ചങ്ങല ബന്ധിച്ച് ജീവനോടെ ഒരാളിനെ ചെയ്യാവുന്നതിൽ മാക്സിമം ക്രൂരത ഉറക്കെ വിളിക്കാതിരിക്കാൻ, വെന്തുനീറുന്ന വേദന തനിയെ അറിയാൻ ഇഞ്ചിഞ്ചായി കൊന്നതാവാം എന്ന് ചിലർ, ജീവനോടെ കൊന്നതാകാമെന്ന്. അല്ലെങ്കിൽ ഇരയെ എന്തു പറഞ്ഞാവും ഈ മലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവന്നത്? അദ്ദേഹം ഒരു വികലാംഗൻ കൂടിയാണ്. ഇയാൾ വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആകുമോ? ടാപ്പിംഗ് നിർത്തിയ എസ്റ്റേറ്റ്, അവിടേക്ക് പല പല സംഘങ്ങളായി പ്രതികൾ എത്തുന്നു. ഇരയെ ബന്ദിയാക്കിയതിന് ശേഷമാകുമോ ഈ ക്രൂരതകളൊക്കെ ചെയ്തത്? അതാവാം കുറച്ചുകൂടി ക്രൈം സൈക്കോളജിയിലെ ക്രൂരവും വന്യവുമായ വഴികൾ. മനോരോഗികളുടെയോ ലഹരി കീഴടക്കിയ ക്രൈമുകളുടെയോ ഒരു ചരിത്ര ചുവ ഇതിലുമുണ്ട്. കേസന്വേഷണം വ്യാപകമാകുന്നു. ചങ്ങല ബന്ധിക്കാൻ ഉപയോഗിച്ച പൂട്ട്, അതിന്റെ ബ്രാൻഡും സീരിയൽ നമ്പരും അറിഞ്ഞാൽ അത് എവിടെ സെയിലായതാണെന്ന് കണ്ടുപിടിക്കാനാകും. ചങ്ങലയുടെ പഴക്കം ഫോറൻസിക് പരിശോധനയിൽ അത് മുന്നേ പറഞ്ഞ പോലെ ആനയെ ബന്ധിക്കാനോ അതോ തടി വലിക്കുന്ന എക്സ്കലേറ്റർ മെഷീനുകളിൽ ഉപയോഗിക്കുന്നതോ ആവാം. അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഡെഡ് ബോഡി കണ്ടയാൾ അവിടേക്ക് വരുന്നതും
പോകുന്നതും കണ്ടവരുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലെ മറ്റാരെങ്കിലും ആ സ്ഥലത്തേക്ക് ക്രൈം നടന്നതിന് ശേഷം പരിശോധനയ്ക്കായി വന്നിട്ടുണ്ടാകുമോ? അവരെ ട്രേസ് ചെയ്യാൻ സ്നിഫർ ഡോഗ്സിന് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അന്വേഷണത്തിന്റെ നാൾ വഴികൾ ആരംഭിക്കുന്നു. ക്രൈം പ്രോത്സാഹിക്കപ്പെടരുത്. മൃഗത്തിന് ശീലമില്ലാത്ത മൃഗീയത, പക, മനുഷ്യമൃഗങ്ങൾക്ക് ഇത് കഴിയൂ. കൊല്ലപ്പെട്ടവൻ ചെയ്ത വലിയ ഒരു പാതകത്തിന് പ്രതികാരം ചെയ്തതാകാം എന്ന നിഗമനവും അസ്ഥാനത്തല്ല. എന്തായാലും കൊന്നതും കൊല്ലപ്പെട്ടതും മനുഷ്യരാണ്, അതും നമ്മുടെ നാട്ടിൽ അടുത്ത് പുനലൂർ. വന്യമായ ഒരു ഭൂമികയിൽ വെച്ച് തന്നെ അത് നടത്തിയിരിക്കുന്നു. കുറ്റകൃത്യങ്ങൾ, ചതികൾ, വഞ്ചനകൾ, പൊന്നിനും പെണ്ണിനും, ചിലപ്പോൾ ആണൊരുത്തനും ഭൂമി തട്ടിയെടുക്കുന്നതിനും പണത്തിനും വേണ്ടി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ. ഐ ഹേറ്റ് ഇറ്റ്, ഐ ഡോണ്ട് വിഷ് ഇറ്റ്. നിങ്ങൾക്കോ? പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളുടെ അഭിപ്രായം പറയണേ. നന്ദി.